ഇനി എന്തിനു ജീവിക്കണം? ഈ ചോദ്യം ഒരിക്കലെങ്കിലൊക്കെ ജീവിതത്തിൽ ചോദിക്കാത്തവരുണ്ടോ എന്ന് സംശയ. മടുത്തു എന്നൊരു തോന്നല്. കുത്തുവാക്കുകൾ കേൾക്കുമ്പോ, പരിഹാസങ്ങൾ കേൾക്കുമ്പോ, എത്ര നന്മ ചെയ്താലും അംഗീകരിക്കാതെ വരുമ്പോ, ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത് എൻ്റെ മക്കൾക്കോ എൻ്റെ ജീവിത പങ്കാളിക്കോ മനസ്സിലായിട്ടില്ല. വാർദ്ധക്യത്തിലെത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ തോന്നാം, ഈ മക്കൾ ഞങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ. നടന്നുപോയ ജീവിതത്തിന്റെ നാൾ വഴികൾ, കടന്നുപോയതെല്ലാം കനൽ വഴികളിലൂടെയായിരുന്നു. പക്ഷെ അതാരും തിരിച്ചറിയുന്നില്ല. സ്വന്തം സുഖം നോക്കിയിട്ടില്ല, സന്തോഷം നോക്കിയിട്ടില്ല. പകലന്തിയോളം അധ്വാനിച്ചത് മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവരൊന്നും അത് തിരിച്ചറിയത്തില്ലെന്ന് മാത്രമല്ല, എനിക്കെതിരെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ കൈവയ്ക്കുന്ന മേഖലകളിൽ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച കിട്ടുന്നില്ല. എവിടെയും പരാജയം മാത്രം. ജീവിതത്തിന്റെ വറ്റിവരണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോ, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കഷ്ടതകളും ദുരിതങ്ങളും മനസ്സിലേക്ക് കയറി വരുമ്പോ നിരാശപ്പെട്ടു പോകരുത്. തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധ പുസ്തകം കൈകളിൽ എടുക്കണം. കണ്ണിലിരുട്ട് കയറിക്കൂടുമ്പോ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം. നിന്റെ കാഴ്ച തെളിയാനുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 4-ാം തിരുവചനം നമ്മോട് പറഞ്ഞു തരികയാ, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. പ്രവാചകൻ ചെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ അസ്ഥികൾക്ക് ജീവനുണ്ടാകാൻ തുടങ്ങുന്നു. അതിൽ ആത്മാവിന്റെ ചൈതന്യം നിറയുന്നു. ദൈവ വചനത്തിന് കാതോർക്കുമ്പോ ഏത് വറ്റി വരണ്ടിരിക്കുന്ന അവസ്ഥയിലും ഇതാ ദൈവത്തിന്റെ ആത്മാവ് കേറി മൃതമെന്ന് തോന്നുന്നതിനെ, നിർജീവമെന്ന് തോന്നുന്നതിനെ ജീവനുള്ളതാക്കി മാറ്റും. എന്നിട്ട് വചനം പറയുന്നത് പോലെ, എസെക്കിയേൽ 37:10 പറയുന്നത് പോലെ, അപ്പോൾ അവർ ജീവൻ പ്രാപിച്ചു, വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു.